ഒരു ഹോട്ട് മിൽക്ക് കേക്കാണ് ഉണ്ടാക്കുന്നത്. ഈ കേക്കിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ പാലെടുത്തിട്ട് പാലിൽ ഗീയോ ബട്ടറോ ചേർത്ത് നന്നായി തിളപ്പിക്കും. എന്നിട്ട് കേക്ക് മിക്സിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്യും. അപ്പോൾ ഈ ഹോട്ട് മിൽക്ക് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഇതാ 2 കപ്പ്, ബേക്കിംഗ് പൗഡർ 2 ടീസ്പൂൺ, ഉപ്പ് ഒരു പിഞ്ച്, നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു അരിപ്പയിൽ വെച്ച് നന്നായി അരിച്ചെടുക്കുക. എന്നിട്ടത് മാറ്റി വയ്ക്കുക. വേറൊരു ബൗളെടുത്തതിന് ശേഷം ഒരു 4 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്യണം. നന്നായി ബീറ്റായിട്ടുണ്ട്. ഇനി വാനില എസൻസ് ഒരു 1.5 ടീസ്പൂൺ ചേർക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്യാം. ഈ ഷുഗർ 1.25 കപ്പ് ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യണം. ആദ്യം ലോ സ്പീഡിൽ 1 മിനിറ്റ് ബീറ്റ് ചെയ്യാം. എന്നിട്ട് മീഡിയം സ്പീഡിൽ ബീറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ക്രീമി കളറ് വന്നിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. എന്നിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. അധികം നേരം ഒന്നും ഇട്ട് ബീറ്റ് ചെയ്യരുത്. 1 മിനിറ്റ് ബീറ്റ് ചെയ്താൽ മതി. നന്നായി ബീറ്റ് ആയിട്ടുണ്ട്. ഇനി നേരത്തെ അരിച്ചു വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ലോ സ്പീഡിൽ ഇട്ട് മാത്രമേ ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി 1 കപ്പ് മിൽക്ക് എടുക്കാം. അത് ബോയിൽ ചെയ്യണം. ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടറോ ഗീയോ ചേർക്കാം. ഞാനിപ്പോൾ ഗീ ആണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് പാല് തിളയ്ക്കുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കാം. പാല് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ചൂടോടെ തന്നെ ആ കേക്ക് ബാറ്ററിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണം. കുറച്ച് കുറച്ചായി ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് മിക്സ് ഒഴിക്കാം. ഇത് നന്നായി ബട്ടർ തടവിയിട്ട് അതിൽ പൊടി തൂവി എടുത്തതാണ്. അങ്ങനെയാകുമ്പോൾ അടിയിൽ പിടിക്കില്ല. കേക്ക് എടുക്കാൻ എളുപ്പമുണ്ടായിരിക്കും. ഇന്ന് കേക്ക് ഉണ്ടാക്കുന്നത് ടോപ്പിൽ വെച്ചിട്ടാണ്. ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ ഒരു ചെറിയൊരു പാത്രം വെച്ചിട്ട് 10 മിനിറ്റ് അടച്ച് വെച്ച് പ്രീ ഹീറ്റ് ചെയ്യണം. എന്നിട്ട് ഒരു 15 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്യണം. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, കേക്ക് നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.